സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ. ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ. ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണേ. ഗോവിന്ദ ഗോവിന്ദ നമോ നമസ്തേ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്തേ. നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സജ്ജനങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ശ്രീ ജഗദംബയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. പാലേലി ശ്രീനാരായണൻ നമ്പൂതിരി എന്ന പണ്ഡിതനായ ഭാഗവതോത്തമൻ, ദേവിയുടെ ഇഷ്ടഭക്തൻ, ദേവിയോട് സംവാദ രൂപത്തിൽ സംസാരിച്ചുകൊണ്ട് എന്ന രീതിയിൽ എഴുതിയതായ സ്തോത്രകാവ്യമാണ് ദേവീ നാരായണീയം. അതിനെ ഭഗവാന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഭഗവത് അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് ഇതാ നമുക്ക് അനുസ്മരിക്കുവാനുള്ള ഒരു ഭാഗ്യവും ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് നാം അനുസ്മരിക്കുവാൻ ഉദ്ദേശിക്കുന്ന ദശകം 9, ഭുവനേശ്വരി ദർശനം. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ 1, 2, 3, 4, 5 ഈ 5 ശ്ലോകങ്ങളുടെയും പാരായണം, പദച്ഛേദം, അന്വയാർത്ഥം, വ്യാഖ്യാനം എന്നിവയെല്ലാം നാം അനുസ്മരിച്ചു. ഇന്ന് നാം അനുസ്മരിക്കുവാൻ പോകുന്നത് ശ്ലോകങ്ങൾ 6, 7, 8 ഈ 3 ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയാർത്ഥം, വ്യാഖ്യാനം എന്നിവയാണ് നാം അനുസ്മരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഏവർക്കും ജഗദംബയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകങ്ങളുടെ പാരായണം ആദ്യം നമുക്ക് ശ്രവിക്കാം. ശ്ലോകപാരായണം. ശ്ലോകം 6 പാരായണം. തന്മധ്യതസ്തേ ദദൃശുർവിചിത്ര പ്രാകാര നാനാദ്രുലതാപരീതം സ്ഥാനം മണിദ്വീപമദൃഷ്ടപൂർവം
ക്രമാത് ശിവേ ത്വാം ച സഖീ സമേതാം. ശ്ലോകം 7 പാരായണം. ജ്ഞാത്വാ ദ്രുതം ത്വാം ഹരിരാഹ ധാത ശ്രീനേത്രധന്യാ വയമദ്യ നൂനം സുധാസമുദ്രോയമനൽപപുണ്യൈഃ പ്രാപ്യ ജഗന്മാതൃനിവാസഭൂമിഃ. ശ്ലോകം 8 പാരായണം. സാദൃശ്യത്തെ രാഗിജനൈരദൃശ്യ മഞ്ചേ നിഷണ്ണാ ബഹുശക്തിയുക്ത ഏഷൈവ ദൃക് സർവമിദം ച ദൃശ്യമഹേതുരേഷാ ഖലു സർവഹേതുഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്തേ പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ ശ്ലോകങ്ങളുടെ പദങ്ങളുടെ അന്വയാർത്ഥം എന്താണെന്ന് നോക്കാം. ശ്ലോകം 6 പദച്ഛേദം. ഹരേ കൃഷ്ണ. തന്മധ്യതഃ തേ ദദൃശുഃ വിചിത്രപ്രാകാര നാനാദ്രുലതാപരീത സ്ഥാനം മണിദ്വീപം അദൃഷ്ടപൂർവം ക്രമാത് ശിവേ ത്വാം ച സഖീ സമേതാം. ഈ പദങ്ങളുടെയൊക്കെ അന്വയാർത്ഥം നോക്കാം. ഹേ ശിവേ, ഹേ ദേവി, അല്ലയോ ജഗദംബേ. തേ തന്മധ്യതഃ. തേ അവർ. ആരാണവർ? ത്രിമൂർത്തികൾ. തന്മധ്യതഃ അതിൻ്റെ നടുവിൽ. വിചിത്രപ്രാകാര നാനാദ്രുലതാപരീതം പലതരം കോട്ടമതിലുകളാലും വൃക്ഷങ്ങളാലും വള്ളികളാലും ചുറ്റപ്പെട്ടതും അദൃഷ്ടപൂർവം ഇതുവരെ കണ്ടിട്ടില്ലാത്തതും ആയ മണിദ്വീപം സ്ഥാനം, അതായത് മണിദ്വീപം എന്ന സ്ഥാനത്തെയും ക്രമാത് ക്രമത്തിൽ അല്ലെങ്കിൽ ക്രമേണ സഖീ സമേതാം ത്വാം ച സഖിമാരോട് ചേർന്ന അവിടത്തെയും. ആരെയാണ്? ജഗദംബയെ, ആ ദേവിയെ. ദദൃശുഹു കണ്ടെത്തി. ഇതിന്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഭുവനേശ്വരി ദർശനം. ത്രിമൂർത്തികള് ആ ഭുവനേശ്വരിയെ കാണുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു രംഗം. അതാണ് ഈ 9ാമത്തെ ദശകത്തിൽ ഭാഗവതോത്തമനായ ശ്രീ പാലേരി നാരായണ നമ്പൂതിരി വിസ്തരിച്ച് കാണിക്കുന്നത്. ഇവിടെ ഈ 6ാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം കഴിഞ്ഞ 5ാമത്തെ ശ്ലോകത്തിൽ നാം അനുസ്മരിച്ചു. വിമാനത്തിലേക്ക് കയറിയ ഭഗവതിയുടെ ആജ്ഞപ്രകാരം വിമാനത്തിൽ കയറിയ ത്രിമൂർത്തികൾ അമൃത സമുദ്രത്തിന് സമീപത്ത് എത്തിയപ്പോൾ ആ സമുദ്രം ആ സമയത്ത് എങ്ങനെയുള്ള അവസ്ഥയായിരുന്നു എന്ന് വിവരിച്ചു. ഇവിടെ 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, വൈമാനികരായ ത്രിമൂർത്തികളെ അമൃത സമുദ്രം കണ്ടു. വിമാനത്തിലുള്ള ആ ത്രിമൂർത്തികള് അമൃത സമുദ്രത്തിന് നടുവിലുള്ള തന്മധ്യത, ഇവിടെ പറയുന്നത് തേ തന്മധ്യത, നടുവിലുള്ള മണിദ്വീപം കാണുകയാണ്. ഹേ ശിവേ, അല്ലയോ മംഗളസ്വരൂപിണി. ആ ത്രിമൂർത്തികള് സുധാസമുദ്രത്തിന്റെ നടുവിലായിട്ട് പലതരത്തിലുള്ള കോട്ടമതിലുകൾ, വിചിത്ര പ്രാകാര നാനാദ്രുലതാപരീതം വൃക്ഷങ്ങള് വള്ളികള് ഇവയാൽ ചുറ്റപ്പെട്ട അദൃഷ്ടപൂർവം, ഇതുവരെ മുൻപിലൊന്നും ഇവരിത് കണ്ടിട്ടില്ല. അങ്ങനെ കാണാത്തതായിട്ടുള്ള മനോഹരമായ ഈ സ്ഥലം ഇതുവരെ അവര് കണ്ടിട്ടില്ല എന്നാണ് പറയണത്. അങ്ങനെ ഉള്ള ആ സ്ഥലം, ആ സ്ഥാനം മണിദ്വീപം എന്ന സ്ഥാനം. ഇനി ആ സ്ഥാനം ആരുടെയാ? മഹാദേവിയുടെ സ്വസ്ഥാനമാണ് മണിദ്വീപം എന്ന സ്ഥാനം.
അപ്പോൾ ഈ വിമാനത്തിലുള്ള ത്രിമൂർത്തികള് അമൃതസമുദ്രത്തിന്റെ നടുവിലുള്ള മണിദ്വീപം കാണുകയാണ്. ആ മണിദ്വീപം 18 കോട്ടമതിലുകളാൽ ആവരണം ചെയ്യപ്പെട്ടതാണ് എന്നും കൂടി പറയുന്നു. അങ്ങനെയുള്ള ആ സ്ഥാനമാണ് മണിദ്വീപം. ആ ദ്വീപം അവര് കണ്ടു. ത്വാം ച ദദൃശുഹു, എങ്ങനെയാണ് അവിടെ കണ്ടത്? സഖീസമേതാം, ആ ഭഗവതിയെ കാണുകയാണ്. എങ്ങനെയാണ്? സഖികളോട് കൂടിയിരിക്കുന്ന ആ ദേവിയെയാണ് അവർ കാണുന്നത്. അപ്പോ മണിദ്വീപം 18 കോട്ടമതിലുകളാൽ ആവരണം ചെയ്യപ്പെട്ടത്. അതിന് നടുവിലായിട്ടാണ് ദേവിയുടെ വാസസ്ഥാനമായ ചിന്താമണി ഗൃഹം. അവിടെ എത്ര മണ്ഡപങ്ങളാണുള്ളത്? 4 മണ്ഡപങ്ങളാണ് ഉള്ളത്. ശൃംഗാര മണ്ഡപം, മുക്തി മണ്ഡപം, ജ്ഞാനമണ്ഡപം, ഏകാന്ത മണ്ഡപം. അപ്പോൾ ഈ 4 മണ്ഡപത്തിലും ഉള്ളതിൽ 4ാമത്തേതായ ഏകാന്ത മണ്ഡപത്തിലാണ് ആരാണ് ഇരിക്കുന്നത്? ദേവി, മഹാദേവി ഇരിക്കുന്നത് അവിടെയാണ്. 4ാമത്തേതായ ഏകാന്ത മണ്ഡപത്തിലാണ് ദേവി ഇരിക്കുന്നത്. ത്രിമൂർത്തികള് വിമാനത്തിൽ ഇരുന്നു കൊണ്ട് ഇതെല്ലാം വേണ്ടതുപോലെ കാണുകയാണ്. ഇതൊക്കെ അവർ കണ്ടു. എന്നാൽ പക്ഷേ ഇവർ ഈ സ്ഥാനം ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതുവരെ അവർ കണ്ടിട്ടില്ല. ദേവിയെ കാണുക എന്നത് തന്നെ വളരെ മംഗളകരമായ ഒന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവരവസാനമായിട്ടതാ ആ ത്രിമൂർത്തികള് ദേവിയെ കണ്ടു. ആദ്യം ഗോപുരങ്ങളെ, അതേപോലെ പലതരത്തിലുള്ള കോട്ടമതിലുകളൊക്കെ കണ്ടു. പിന്നെയാണ് ആ സർവേശ്വരിയായ ദേവിയെയും അവർ കാണുന്നത്. അവിടെ ദേവിയെ എങ്ങനെയാണ് അവർ കണ്ടത്? സഖിമാരോടുകൂടി ചേർന്ന ആ ദേവിയെ അവരവിടെ കണ്ടു. ഏറ്റവും ഒടുവിലാണ് ത്രിമൂർത്തികള് ദേവിയെ കണ്ടത്. ഈ ശ്ലോകത്തില് നാലാം പാദത്തിൽ സ്ഥാനം മണിദ്വീപം അദൃഷ്ടപൂർവം ക്രമാത് ശിവേ, ആ ശിവേ എന്ന സംബോധന നോക്കൂ. ആ ദേവിയെ കാണുക എന്നത് തന്നെ വളരെ മംഗളകരമായ ഒന്നാണ്. അപ്പോ ഈ വിമാനത്തിലിരിക്കുന്ന 3 പേരും ത്രിമൂർത്തികള് ആദ്യം കാണുന്നത് എന്താണ്? ആ മണിദ്വീപം കണ്ടു. അതിൻ്റെ നടുവിൽ ദേവിയുടെ വാസസ്ഥാനമായ ചിന്താമണി ഗ്രഹമുണ്ട്. അവിടെ 4 മണ്ഡപങ്ങളുണ്ട്. ആ 4ാമത്തെ മണ്ഡപമായ ഏകാന്ത മണ്ഡപത്തിലാണ് ദേവി ഇരിക്കുന്നത്. ഇതെല്ലാം അവരെങ്ങനെയാണ് കാണുന്നത്? വിമാനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ കാണുകയാണ്. അപ്പോ ഏറ്റവും ഒടുവിലാണ് ത്രിമൂർത്തികൾ ദേവിയെ കാണുന്നത് എന്ന് ഇവിടെ പ്രത്യേകിച്ച് പറയുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ഗുരുഭ്യോ നമ. ശ്ലോകം 7. പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം. പദച്ഛേദം നോക്കാം. ജ്ഞാത്വാ ധൃതം ത്വാം ഹരിഃ ആഹ ധാതഃ ത്രിനേത്ര ധന്യാഃ വയം അദ്യ നൂനം സുധാസമുദ്രഃ അയം അനൽപപുണ്യൈഃ പ്രാപ്യ ജഗന്മാതൃനിവാസഭൂമിഃ. ഈ ശ്ലോകത്തിന്റെ പദങ്ങളുടെ അന്വയാർത്ഥം നോക്കാം. ദ്രുതം ത്വാം ജ്ഞാത്വ, ദ്രുതം അതിവേഗത്തില്, ത്വാം ജ്ഞാത്വ അവിടുത്തെ തിരിച്ചറിഞ്ഞ്, ഹരിഹി ആഹ, ഹരി ആരാണ്? മഹാവിഷ്ണു. വിഷ്ണു ആഹ പറഞ്ഞു തുടങ്ങി. ധാതഃ ത്രിനേത്ര, ഇവിടെ ധാതഃ എന്ന് പറയുന്നത് ആരെയാണ്? ബ്രഹ്മാവ്. ത്രിനേത്ര മുക്കണ്ണൻ. അദ്യ വയം ധന്യാഹ, ഇന്ന് നാം ധന്യരായി. നൂനം അയം സുധാസമുദ്രഃ, നൂനം തീർച്ച, ഇത് അമൃത സമുദ്രമാണ്. ജഗന്മാതൃനിവാസഭൂമി, ജഗന്മാതൃനിവാസം, ജഗത്തിൻ്റെയൊക്കെ മാതാവായിട്ടുള്ള ആ അമ്മയുടെ, ആ ദേവിയുടെ വാസസ്ഥാനം.
അനൽപപുണ്യൈഹി മഹാപുണ്യവാന്മാർക്ക് മാത്രം പ്രാപിക്കാവുന്നതത്രേ. ഈ 7ാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം, ഇതിനു മുൻപിൽ ആരാണ് ദേവിയെ കണ്ടിട്ടുള്ളത്? മഹാവിഷ്ണു അല്ലേ? അതുകൊണ്ട് ആ ദേവിയെ കണ്ട ഉടനെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. മറ്റേ രണ്ടുപേരും കണ്ടിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് മനസ്സിലായി, മഹാവിഷ്ണുവിന് മനസ്സിലായി ഇത് ദേവിയുടെ വാസസ്ഥാനമായ അമൃതസമുദ്രമാണെന്ന്. എന്നിട്ട് മഹാവിഷ്ണു മറ്റു രണ്ടുപേരോടും പറയുകയാണ്, നാം ഇന്ന് ധന്യരായി. ദേവിയുടെ വാസസ്ഥലത്ത് എത്തുവാനും അവിടുന്ന് ദേവിയെ കാണുവാനും എല്ലാം നമുക്ക് സാധിച്ചല്ലോ. അപ്പൊ നമ്മുടെ പുണ്യത്തിന്റെ വലുപ്പം അല്ലേ? ആ പുണ്യം നാം ഇതിനെല്ലാം പുണ്യം ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ദേവിയെ കാണുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചത് എന്ന് പറയുന്നു. അതായത് ഒന്നുകൂടെ വ്യാഖ്യാനിച്ച് പറയുകയാണെങ്കിൽ, മഹാവിഷ്ണുവിന് ധൃതം ത്വാം ജ്ഞാത്വാ ഹരിഹി, വിഷ്ണുവിന് ഇത് പെട്ടെന്ന് മനസ്സിലായി. വിഷ്ണു പറഞ്ഞു, എന്താ പറഞ്ഞത്? ധാതഃ ത്രിനേത്രഃ, ഹേ ബ്രഹ്മാവേ, മുക്കണ്ണനായിരിക്കുന്ന മഹാദേവ, നാം വലിയ ഭാഗ്യവാന്മാരാണ്. ഇന്ന് നാം എല്ലാവരും ധന്യരായി എന്ന്. എന്താ കാരണം? സുധാസമുദ്രോയം അനൽപപുണ്യൈഹി പ്രാപ്യാജഗന്മാതൃനിവാസഭൂമി. ഈ ലോകത്തിൻ്റെ മാതാവ് ആയിരിക്കുന്ന ആ ദേവിയുടെ വാസസ്ഥാനം അനൽപമായ പുണ്യം മഹാപുണ്യവാന്മാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അത് പ്രാപിക്കുവാൻ സാധിക്കുന്ന ആ സ്ഥാനം മഹാപുണ്യവാന്മാർക്ക് മാത്രമേ ആ സ്ഥാനം കാണുവാൻ ഭാഗ്യം ഉണ്ടാവുള്ളൂ. അതിപ്പോൾ ഇതാ അവിടേക്ക് നമുക്ക് എത്താനായിട്ട് സാധിച്ചിരിക്കുന്നു. മഹാദേവിയെ മഹാവിഷ്ണു ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്? അമ്മയുടെ രൂപത്തിലാണ് കണ്ടിരിക്കുന്നത്. ഇത് ദേവിയുടെ വാസസ്ഥാനമായ അമൃതസമുദ്രമാണ് എന്ന് വിഷ്ണുവിന് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്തു. അത് ദേവിയാണ്. ഇന്നിതാ നമ്മളെല്ലാവരും ധന്യരായി എന്ന് ആ മഹാപുണ്യത്തിൻ്റെ വലുപ്പം അല്ലെങ്കിൽ മഹിമ അത് ഇവിടെ അവതരിപ്പിച്ചു. 8ാമത്തെ ശ്ലോകത്തിലൂടെ ആ മഹാപുണ്യത്തെക്കുറിച്ച്, ആ മഹാപുണ്യത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് ഇവിടെ വിശദീകരിച്ചിരിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 8, പദച്ഛേദം, അന്വയാർത്ഥം, വ്യാഖ്യാനം. പദച്ഛേദം നോക്കാം. സാ ദൃശ്യത്തെ രാഗിജനൈഃ അദൃശ്യ മഞ്ചേ നിഷണ്ണാ ബഹുശക്തിയുക്ത ഏഷ ഏവ ദൃക് സർവം ഇദം ച ദൃശ്യം അഹേതുഃ ഏഷാ ഖലു സർവഹേതുഃ. അന്വയാർത്ഥം നോക്കാം. രാഗിജനൈഃ അദൃശ്യ, രാഗികളായ രാഗമോഹങ്ങളായിട്ടുള്ള ജനങ്ങൾക്ക് അദൃശ്യയായ സാ ആ ദേവി, ബഹുശക്തിയുക്ത അനേക ശക്തികളോടുകൂടെ, മഞ്ചേ നിഷണ്ണ മഞ്ചത്തിൽ ഇരിക്കുന്നവളായി, ദൃശ്യത്തെ കാണപ്പെടുന്നു. ഏഷാ ദൃക് ഏവ ഈ ദേവി ദൃക്ക് തന്നെ, ഇതം സർവം ച ഇതൊക്കെയും ഈ ജഗത്താകെ, ദൃശ്യം ദൃശ്യമത്രേ. ഏഷാ അഹേതുഹു ദേവിക്ക് കാരണമില്ല. സർവഹേതുഹു ഖലു ദേവി എല്ലാറ്റിനും കാരണമാണ്. ഇതിൻ്റെ വിവരണം നോക്കാം. വ്യാഖ്യാനം. രാഗീജനൈഹി അദൃശ്യ രാഗികളായ രാഗമോഹങ്ങളായിട്ടുള്ള ജനങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത ആ ദേവി, ബഹുശക്തിയുക്താഹ അനേകം ശക്തികളോടുകൂടിയ ആ ദേവി,
മഞ്ചേ നിഷണ്ണ ബഹുശക്തിയുക്ത, മഞ്ചത്തിലിരിക്കുന്നു എന്നത്രേ. ആ സപ്രമഞ്ചത്തിലിരിക്കുന്ന ദേവി ദൃക് ദേവിയാണ്. ഇതം സർവം ച, ഈ ജഗത്താകെ, ഈ പ്രപഞ്ചമാകെ, ഈ ലോകമെല്ലാം ആ ദേവി തന്നെയാണ്. ദൃശ്യവും ദേവി അത്രേ, ദേവിക്ക് കാരണമില്ല. ഏഷാ അഹേതു സർവഹേതു ഖലു, ദേവി എല്ലാറ്റിനും കാരണമാണ് എന്ന് മനസ്സിലാക്കണം. ഇവിടെ രാഗികളായിട്ടുള്ള, അതായത് ഇന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തരായിട്ടുള്ളവരെയാണ് രാഗികൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ദേവിയെ കാണുവാൻ സാധിക്കില്ല. ത്രിമൂർത്തികളാകട്ടെ, അവർക്കാകട്ടെ ദേവിയെ കാണാനും കഴിഞ്ഞു. അത് അവരുടെ ഭാഗ്യത്തിന്റെ വലിപ്പം. സൃഷ്ടികർത്താവായ ബ്രഹ്മാവ്, രക്ഷാകർത്താവായ വിഷ്ണു, സംഹാരകർത്താവായ രുദ്രൻ, പിന്നെ തിരോധാനകർത്താവായ ഈശ്വരൻ, ഇവരാണ് ദേവി ഇരിക്കുന്നതായ ആ മഞ്ചത്തിന്റെ 4 കാലുകൾ. ഈ 4 കാലുകൾക്ക് മുകളില് അതിനെ ബന്ധിപ്പിക്കുന്ന സദാശിവ ബ്രഹ്മമാകുന്ന ഒരു പലക, അതിൻ്റെ മുകളിലായിട്ടാണ് ദേവി ഇരിക്കുന്നത്. അനേകം ശക്തികൾ ദേവിയുടെ സമീപത്തിൽ വർത്തിക്കുന്നുണ്ട്. ദൃക്കും ദൃശ്യവും എന്താണ് നോക്കാം. പ്രപഞ്ചത്തെ അനുഭവിക്കണമെങ്കിൽ 2 കാരണങ്ങൾ അല്ലെങ്കിൽ 2 ഘടകങ്ങൾ ഉണ്ടാവണം. ഒന്ന് ദൃക്ക്, പിന്നൊന്ന് ദൃശ്യം. ദൃക്ക് എന്നാൽ കാണുന്നവൻ ആരാണോ അയാളാണ് ദൃക്ക്, അനുഭവിക്കുന്നവൻ അല്ലെങ്കിൽ കാണുന്നയാൾ. ദൃശ്യം എന്നാൽ എന്താണോ കാണപ്പെടുന്നത് അത് ആണ് ദൃശ്യം. പഞ്ചഭൂതാത്മകമായ ഈ പ്രപഞ്ചത്തിൽ, അതായത് പഞ്ചഭൂതങ്ങളിൽ ഓരോന്നിൻ്റെയും ഓരോന്നിനും തന്മാത്രകളുണ്ട് അല്ലേ? നമ്മളിതൊക്കെ പഠിച്ചിട്ടുണ്ട്. സൗന്ദര്യലഹരിയിൽ, അല്ല, നമ്മൾ ഈ ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ പഞ്ചതന്മാത്രകളും അത് ഇതിലുണ്ട്. നമ്മൾ സൗന്ദര്യലഹരിയിലെ ലളിതാ സഹസ്രനാമത്തില് ഇതെല്ലാം അറിയാം. തന്മാത്രകളും പഞ്ചഭൂതങ്ങള്, ജ്ഞാനേന്ദ്രിയങ്ങള്, കർമ്മേന്ദ്രിയങ്ങള് അല്ലേ? ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഇവിടെ പഞ്ചഭൂതങ്ങളിൽ ഓരോന്നിൻ്റെയും ഓരോന്നിനും തന്മാത്രകളുണ്ട്. ഈ തന്മാത്രകളാണ് 5 ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് കാരണമാകുന്ന വിഷയങ്ങൾ. അപ്പോ മഹാഭൂതങ്ങളിൽ ആകാശത്തിന്റെ തന്മാത്ര ശബ്ദമാണ്. ശബ്ദം ജ്ഞാനേന്ദ്രിയമാകുന്ന ശ്രോത്രത്തിലൂടെ, അതായത് ചെവിയിലൂടെ കേൾക്കുന്നു അല്ലെങ്കിൽ അറിയുന്നു അല്ലെ? നമ്മളെല്ലാം ശബ്ദം എങ്ങനെയാണ് നമ്മൾ അറിയുക? ചെവിയിലൂടെ കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. വായുവിന്റെ തന്മാത്ര എന്താണ്? സ്പർശമാണ്. അതെങ്ങനെ അറിയും? ത്വക്ക് എന്ന ഇന്ദ്രിയം കൊണ്ട് അറിയുന്നു. സ്പർശിച്ചാലല്ലേ നമുക്ക് നമ്മുടെ ശരീരത്തിൽ തൊട്ട് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇവിടെ അടുത്തതായിട്ട് പറയുന്നത് ആകാശം കഴിഞ്ഞു വായു, പിന്നെ പറയുന്നത് തേജസ്. തേജസ് രൂപമാണ്. അത് ജ്ഞാനേന്ദ്രിയമായ തേജസ്സിന്റെ തന്മാത്ര എന്താണ്? രൂപം. അപ്പോൾ അത് ജ്ഞാനേന്ദ്രിയമായ കണ്ണുകളെ കൊണ്ട് മനസ്സിലാക്കുന്നു. ഇപ്പൊ നമ്മളൊരു രൂപം കാണുകയാണെങ്കിൽ അത് നമുക്ക് കണ്ണ് വേണം അല്ലേ? അപ്പൊ ആ കണ്ണുകൊണ്ട് നമ്മൾ അത് കണ്ട് മനസ്സിലാക്കുന്നു. ഇനി ജലത്തിന്റെ തന്മാത്ര രസം. അതെങ്ങനെ അറിയുന്നു? ജ്ഞാനേന്ദ്രിയമായ നാവുകൊണ്ട് അറിയുന്നു. ഭൂമിയുടെ തന്മാത്ര ഗന്ധം. ആ ഗന്ധത്തെ എങ്ങനെയാണ് അറിയുക? ഘ്രാണേന്ദ്രിയം കൊണ്ട് അറിയുന്നു. അതായത് മൂക്ക് അല്ലെ? നമ്മളിപ്പം മണം നമുക്ക് വരികയാണെങ്കിൽ ആ മനസ്സിലാക്കണമെങ്കിൽ മൂക്ക് എന്ന ആ ജ്ഞാനേന്ദ്രിയം കൊണ്ടാണ് മനസ്സിലാക്കുക. അനുഭവിക്കപ്പെടുന്ന വിഷയങ്ങളെക്കാൾ ഉപരിയായിരിക്കും അനുഭവിക്കുന്നവന്റെ സ്ഥാനം. ഒന്ന് നല്ല പോലെ ഇത് മനസ്സിലാക്കാനുണ്ട്. അനുഭവിക്കപ്പെടുന്ന വിഷയങ്ങൾ, അതിനേക്കാൾ ഉപരിയായിട്ടാണ് അനുഭവിക്കുന്നവന്റെ സ്ഥാനം. ഈ നിയമം എല്ലായിടത്തും ഒരേപോലെയാണ്. അതുകൊണ്ട് ശബ്ദസ്പർശാദികളാകുന്ന ദൃശ്യങ്ങളെക്കാൾ ഉപരിയാണ് ശ്രോത്രത്വഗാദികളായ ദൃക്കുകളുടെ സ്ഥാനം.
ജ്ഞാനേന്ദ്രിയങ്ങൾ ശബ്ദസ്പർശാദികളുടെ ദൃക്കുകളായിരിക്കുന്നത് പോലെ ഇവ മനസ്സിനും ബുദ്ധിക്കും ദൃശ്യങ്ങളായി തീരുന്നു എന്നാണ് പറയുന്നത്. ദൃശ്യം എങ്ങനെയായാലും അത് ദൃക്കിനെ ബാധിക്കുകയില്ല. മനസ്സും ബുദ്ധിയും ഉൾപ്പെട്ട അന്ധക്കരണത്തിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ ദൃശ്യമാണ്. കണ്ണിനോ ചെവിക്കോ ചില വൈകല്യങ്ങളൊക്കെ ഉണ്ടാവാം, അല്ലെ? ഇല്ലാതെ ഇരിക്കാം. ഇതൊന്നും ദൃക്കാവുന്ന അന്ധക്കരണത്തെ ബാധിക്കുന്നില്ല. അന്ധക്കരണം ആത്മാവാകുന്ന ദൃക്കിന് ദൃശ്യമാകുന്നു. അപ്പൊ നോക്കൂ, അന്ധക്കരണം ആർക്കാണ് ദൃശ്യമാവുന്നത്? അന്ധക്കരണം ആത്മാവാകുന്ന ദൃക്കിനാണ് ദൃശ്യമാവുക. അത് നാം മനസ്സിലാക്കണം, അല്ലെങ്കിൽ നാം അതറിയണം. സുഖദുഃഖങ്ങളൊക്കെ ഉണ്ടാവാം, അത് ദൃക്കാവുന്ന ആത്മാവിനെ ബാധിക്കുന്നില്ല. ഇതൊന്നും ആത്മാവിനെ ബാധിക്കില്ല. നമുക്ക് സുഖങ്ങൾ ഉണ്ടാവാം, ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷെ അതൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല. ആത്മാവിന് മറ്റൊരു ദൃക്കിന് ദൃശ്യമായി തീരുക എന്ന ഒരവസ്ഥയും ഇല്ല. അപ്പോൾ ആത്മാവ് എല്ലാറ്റിനും ഉപരിയായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ പറയുന്നുണ്ടല്ലോ, ഏറ്റവും ഉപരിയായിട്ടാണ്, അതായത് അനുഭവിക്കപ്പെടുന്ന വിഷയങ്ങളെക്കാൾ ഉപരിയായിരിക്കും അനുഭവിക്കുന്നവന്റെ സ്ഥാനം എന്ന്. അപ്പൊ ആത്മാവ് എങ്ങനെയാണ്? ആത്മാവിന് മറ്റൊരു ദൃക്കിന് ദൃശ്യമായി തീരുക എന്ന ഒരവസ്ഥ ഇല്ല. ആത്മാവ് എല്ലാറ്റിൻ്റെയും ഉപരിയാണ് എന്ന് മാത്രമല്ല, എല്ലാ ദൃശ്യങ്ങളുടെയും ദൃക്കാണ്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം 8ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാൻ. ഈ പ്രപഞ്ചം മുഴുവനും ആ ദൃക്കിന് ദൃശ്യമത്രേ. ആരാ ദൃക്ക്? ദേവിയാകുന്ന പരമാത്മാവ് എല്ലാറ്റിൻ്റെയും ദൃക്കാണ്. ആ ദൃക്കായിരിക്കുന്ന ദേവി പ്രപഞ്ചം മുഴുവൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ദേവി ഒരു കാരണത്തിൻ്റെയും കാര്യമല്ല, അഹേതുവാണ്. മറിച്ച് സർവത്തിൻ്റെയും കാരണമാണ് ദേവി എന്നർത്ഥം. ഇവിടെ പറയുന്നുണ്ട്, ദേവിയാവുന്ന പരമാത്മാവാണ് എല്ലാറ്റിൻ്റെയും ദൃക്ക്. ദേവി ആവുന്ന പരമാത്മാവ് എല്ലാറ്റിൻ്റെയും ദൃക്കാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ആ ദേവിയാവുന്ന ആ ദൃക്കിന് ദൃശ്യമാണ്. ദേവി അഹേതുവാണ്, ഒരു കാരണത്തിനും കാര്യമല്ല ദേവി, മറിച്ച് സർവത്തിൻ്റെയും കാരണമാണ് എന്ന് അർത്ഥം. ഈ 8ാമത്തെ ശ്ലോകം നിങ്ങൾ ശ്ലോകം വായിക്കുമ്പോൾ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കണം. സാദൃശ്യതീരാഗി ജനൈരദൃശ്യ മഞ്ചേ നിഷണ്ണ ബഹുശക്തിയുക്ത ഏഷൈവ ദൃക് സർവമിദം ച ദൃശ്യമഹേതുരേഷാ ഖലു സർവഹേതുഃ. ഹരേ കൃഷ്ണ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.